നമ്മളിന്നൊരു ബീച്ച് കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. ന്യൂജേഴ്സി തന്നെയാണ്. ന്യൂജേഴ്സിയിൽ ഒരുപാട് ബീച്ചുകളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോണ ബീച്ച് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വൈബാണ്. പോരാത്തതിനും മഴയുമില്ല. കഴിഞ്ഞ തവണ നമ്മൾ പോയപ്പോൾ കണ്ടില്ല, അവിടെ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും അങ്ങനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്കൊന്ന് അവിടെ പോയിട്ട് ബീച്ചിലൊക്കെ ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമുക്കിനി സമയം കളയണ്ട, വേഗം തന്നെ പോകാം. അവരൊക്കെ കയറി. ന്യൂജേഴ്സിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചിലേക്കാണ് നമ്മൾ പോണത്. ഈ അമേരിക്കയിലെ ബീച്ചുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർ സീസണിൽ പോകണം കേട്ടോ, എങ്കിലുള്ള അവിടുത്തെ ആ വൈബ് നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് എന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു മനുഷ്യനുണ്ടാവില്ല. നമ്മൾ ഇതിനു മുമ്പ് ഒരു ബീച്ചിൽ പോയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അവിടെ വലിയ ഒരു വൈബൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ അത് ഇങ്ങനെ സമ്മറായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാട്ടോ അവിടെ തിരക്കൊന്നും ഇല്ലായിരുന്നത്. എന്തായാലും ഇന്ന് നമ്മൾ പോണ ബീച്ചിൽ എന്താണ് അവസ്ഥയെന്ന് നമുക്ക് അവിടെ ചെന്നേയും അറിയാം. അവിടെ എത്താറായപ്പോഴത്തേനും വണ്ടികളൊക്കെ ഇങ്ങനെ റോഡിലെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഇത് നോക്കിയേ, പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഈ അമ്യൂസ്മെൻറ്റ് പാർക്കില്ലേ, അതേപോലെ റൈഡുകൾ. നല്ല തിരക്കുണ്ട് കേട്ടോ, പിള്ളേരുടെയൊക്കെ ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കാം. കണ്ടിട്ട് തന്നെ പേടിയായിട്ട് വയ്യ. നോക്കിയേ, ഞാൻ കാണിച്ചു തരാം. അയ്യോ, അപ്പം അത് നിന്ന്, അത് ഭയങ്കരമായിട്ട് കാണുമ്പോഴേ നമുക്ക് പേടിയാവും. അതേമാതിരത്തെ രീതിയിലാണ് അതിങ്ങനെ പോണത്. അതിങ്ങനെ കറങ്ങാണ്ടായിരുന്നു. ഇത് രണ്ടെണ്ണം ഇത്തിരി ഡേഞ്ചറായിട്ട് തോന്നിയിട്ടുണ്ടായി. ഭയങ്കര പാടായിരുന്നേ വണ്ടിയൊക്കെ ഇടാനായിട്ട്. ഫുള്ള് ഇത് കണ്ടില്ലേ, എന്തോരോണ്, ഒരുപാട് ഏരിയയിലുണ്ട് പാർക്കിങ്ങൊക്കെ. നമുക്കങ്ങനെ ഭാഗ്യത്തിന് വണ്ടി ഇടാനുള്ള സ്പേസൊക്കെ കിട്ടി. ആളുകൾ എന്നൊക്കെ ബീച്ചിലൊക്കെ വരാമെന്ന് പറഞ്ഞാൽ എല്ലാം തയ്യാതെ കണ്ടില്ലേ, ഒക്കെ കുറേ ഐറ്റംസൊക്കെ ആയിട്ടാണ് വന്നത്. നമ്മൾ പിന്നെ ജസ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ബീച്ചിൽ പോകണം അങ്ങനെയല്ലേ, അങ്ങനെ വന്നത്. ഇനിയിപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ അവിടെ എന്തൊക്കെയാണ് കാഴ്ചകളെന്നൊക്കെ. അമേരിക്കൻ ബീച്ചുകളിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോർഡ് വാക്ക് തന്നെയാണ്. അങ്ങനെ നമുക്ക് നടക്കാനായിട്ടുള്ള സ്പേസാണ്. നല്ല രസമാണ് ഇതിങ്ങനെ നടക്കാനായിട്ട്. കാരണം വെച്ചാൽ ഇതിൻ്റെ സൈഡിലായിട്ട് ഫുള്ള് കടകളായിരിക്കും. സുവനീർ ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, ലൈവ് മ്യൂസിക്, അങ്ങനെ എന്ന് വേണ്ട ഒരുപാട് നമുക്കിങ്ങനെ ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഇങ്ങനെ സൈഡിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്കിങ്ങനെ നടക്കാം. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ആയിരിക്കും ബീച്ചും വരുന്നത്. അപ്പോൾ നമുക്ക് ബീച്ചിൽ പോകേണ്ടവർക്ക് ബീച്ചിലേക്ക് പോവാം. അങ്ങനെ നല്ല രസമാണ് ഇവിടെയൊക്കെ. അത് കണ്ടില്ലേ, ഇവിടെയൊക്കെ എല്ലാ ബീച്ചുകളിൽ ചെന്നാലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ ബോർഡ് വാക്കിലൂടെ ഇങ്ങനെ നടക്കാനൊക്കെ ഉണ്ടാവും. അതും നല്ല പക്കാ ക്ലീൻ ആയിരിക്കും കേട്ടോ, ഒരു വേസ്റ്റ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നല്ല രസമാണ്. ഫുള്ള് ഇങ്ങനെ അതിൻ്റെ ഫ്ലോറൊക്കെ കാണാനായിട്ട് ഇങ്ങനെ വുഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബോർഡ് വാക്കിലൂടെ ഇങ്ങനെ നടക്കാം. നല്ല രസമുണ്ട്, ഒരുപാടുണ്ട് കാണാനായിട്ട്. ഫസ്റ്റ് തന്നെ നമ്മളിതേ ഇവിടെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണോ കാണുന്നത്. പക്ഷെ നമ്മളിപ്പോൾ അങ്ങോട്ട് കയറുന്നില്ല. നമുക്ക് എന്തായാലും ഈ ഒരു ബോർഡ് വാക്ക് മൊത്തത്തിലൊന്ന് നടന്ന് കണ്ടിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ആദ്യം തന്നെ കണ്ടത് കുറേ ഗെയിംസുകളാണ്. സാധാരണയായിട്ട് നമ്മൾ ഈ ഉത്സവപ്പറമ്പുകളിലൊക്കെ കാണൂലേ, അതുമാതിരത്തെ ഇങ്ങനെ കുറേ ഗെയിംസുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ക്യാഷ് കൊടുത്ത് അതൊക്കെ കളിക്കാം. കുറേ ഉണ്ട് പല മോഡലായിട്ട്. കൂടുതലും കുട്ടികൾക്കാണ്ട് അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആവുക. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഐറ്റംസുകളൊക്കെ ആയിരിക്കും അവിടെ ഗെയിംസിനായിട്ട് വെച്ചിട്ടുണ്ടാവണത്. അപ്പോൾ ഇത് ഈ ഒരു ബീച്ചിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ ഇതിനു മുമ്പ് പല ബീച്ചുകളിൽ പോയപ്പോഴൊക്കെ ഇതേപോലെയൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുക. കുറേ ഷോപ്പുകൾ ഉണ്ടാവുന്നേ, നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടാവും. ഇവരുടേതായ ഡ്രസ്സുകൾ, ചോക്ലേറ്റുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് ഇവിടുന്ന് ഷോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു പ്രത്യേക തരം ചോക്ലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും നമുക്ക് വാങ്ങിക്കണം. അതിൻ്റെ ഷോപ്പുകളൊക്കെ ഇപ്പോൾ എന്തായാലും കാണും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഫുള്ള് റെസ്റ്റോറൻറ്റുകൾ, കഫേകളൊക്കെ ആണോ നമുക്ക് കാണാൻ സാധിക്കുക. ആളുകൾ വന്നു കഴിഞ്ഞാൽ, ഇവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ഡേ ടൂർ പോലെയാണ് കേട്ടോ എന്നത്. രാവിലെ തന്നെ ഇങ്ങോട്ട് വരും, എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് ബീച്ചിലൊക്കെ കറങ്ങി ഫുള്ള് ഗെയിംസിലൊക്കെ പങ്കെടുത്തിട്ടാണ് ഇവരൊക്കെ പോവുക. അടിപൊളിയാണ് ഇവരൊക്കെ ബീച്ചിൽ വന്നത് കാണാനായിട്ട്. ഫുൾ എക്യുപ്മെൻറ്റ്സ് ആയിട്ടാണ്, എന്തോരം ഐറ്റംസ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഡ്രസ്സ്, അതിൻ്റെതായ ഐറ്റംസ്, കുട്ടികളാണെങ്കിലും കുറേ പ്ലേ ഐറ്റംസുകളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് ആ ഒരു ബീച്ചിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഇരുന്ന്
ഫുള്ള് ഇവരിങ്ങനെ എൻജോയ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസുകളൊക്കെ ഇവർ ബാർബിക്യൂ അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ ഇവർ ആ ബീച്ചിൻ്റെ സൈഡ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോണ വഴിക്കാണ് നമ്മളിവിടെ ഒരു പിസക്കട കണ്ടിട്ടുണ്ടായിരുന്നത്. പിസ വാങ്ങിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടുത്തെ ക്യൂ കണ്ടപ്പോൾ പിന്നെ ഇവിടെ നിൽക്കാൻ തോന്നിയില്ല, കാരണം വലിയൊരു ക്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും നടന്നു. അപ്പോൾ അവിടെ ഒരു ഐസ്ക്രീം ഷോപ്പും കണ്ടിട്ട് അവിടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ നമ്മളിനിയിപ്പോൾ ബീച്ചിൻ്റെ അങ്ങോട്ട് നടക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ കണ്ടത് ഷവർ ഏരിയ ആണ് കേട്ടോ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചു തന്നില്ല. ഇവിടെയൊക്കെ ബീച്ചിൽ അങ്ങനെയാണ്, നമ്മൾ എത്ര ആർഭാദിച്ചാലും തിരിച്ചങ്ങോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് ഷവർ ഏരിയ ഒക്കെ ഉണ്ടാവും. കണ്ടു മക്കളെ, അമേരിക്കൻ ബീച്ചിൻ്റെ വൈബ് കണ്ട. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഒരു ബീച്ചിൽ വന്നിട്ട് ഇത്രയും ഒരു വൈബ് കാണുന്നത്. കാരണം വെച്ചാൽ നമ്മൾ കറക്റ്റ് ആ ഒരു സീസണിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കണത്. അല്ലെങ്കിൽ ചിലപ്പോൾ സീസൺ കഴിയണ ടൈമിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നേരം വൈകി അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ എത്തണ്ടാവുക. ഇന്ന് നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ വന്നുകൊണ്ട് ഫുള്ള് വൈബ് നമുക്ക് കാണാൻ പറ്റി. എന്തൊരു രസമാണല്ലേ കാണാൻ. പാത്തു വെച്ച് കളിക്കണോക്കെ കുഴി ഉണ്ടാക്കണ. ഫുൾ ടൈം ഗൈഡ് ഉണ്ടാവും കേട്ടോ ഇവിടെ, അതേ പോണാണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പേടിക്കാനൊന്നുമില്ല. പിന്നെ മാത്രമല്ല കേട്ടോ, ഇത്രയും തിരക്കുകളുള്ളൊരു ബീച്ചായിട്ട് പോലും എന്തെങ്കിലും ഒരു വേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിക്കേ. ഭയങ്കര ക്ലീൻ ആയിട്ടാണ് കേട്ടോ ഇട്ടേക്കണത്. ഒരു ഫുഡ് ഐറ്റംസിൻ്റെ അതുപോലെ തന്നെ ഒരു വേസ്റ്റും ഇല്ല. അന്ന് ആളുകൾ അവിടെ ഇരുന്ന് എന്തോരം ഫുഡുകളൊക്കെ ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, ബീച്ചിലിറങ്ങുന്നു, അങ്ങനെ എല്ലാം നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി. എന്നിട്ട് പോലും ഒരു വേസ്റ്റാ ഒന്നും താഴെ അവിടെ ഇവിടെ ഒന്നും കാണാനില്ല കേട്ടോ. അതാണ് കേട്ടോ ഏറ്റവും വലിയ ഒരു രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് നമുക്ക് സുഖമായിട്ട് ഈ മണലിൽ കൂടിയൊക്കെ നടക്കാനും ഇരിക്കാനും കിടക്കാനും ഒന്നൊരു വൃത്തിക്കുറവൊന്നും തോന്നൂല.
നമ്മളങ്ങനെ വീണ്ടും ബോർഡ് വാക്കിലേക്ക് കിടന്നിരിക്കുകയാണ്. ഇത് കിലോമീറ്ററുകളോളം ഉണ്ട് കേട്ടോ നടക്കാനായിട്ട്. ഇതിങ്ങ് നടന്ന് ഈ അറ്റത്ത് നിന്ന് അങ്ങേ അറ്റം വരെ നടക്കണമെന്നുണ്ടെങ്കിൽ നല്ല പണി തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഷോപ്പുകളൊക്കെ കാണാണ്ടില്ല, ഇതിൻ്റെ ഇടയിലായിട്ട് ഒരുപാട് കാഴ്ചകൾ കാണാനുള്ളുണ്ട് കേട്ടോ. അതായത് അക്കാഷോ അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് ടിക്കറ്റൊക്കെ എടുത്ത് കാണാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വൺ ഡേ ട്രിപ്പിനുള്ളൊരു വകയുണ്ട് കേട്ടോ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ. ശരിക്കും ഈ ഒരു ബീച്ചിൻ്റെ സൈഡിലായിട്ട് ഉള്ള ഈ അക്വാഷോ ഇവിടെ മാത്രമല്ല കേട്ടോ, നമ്മൾ വേറെയും ബീച്ചുകളിൽ പോയപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ഇവിടുത്തെ അമേരിക്കൻ ബീച്ചുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്. ഇങ്ങനെ ബോർഡ് വാക്കിൽ ഇതുമാതിരത്തെ ഷോപ്പുകൾ അങ്ങനെയൊക്കെ എല്ലായിടത്തും ഈ ഒരു ടൈമിൽ നല്ല തിരക്കായിരിക്കും. തിരക്കെന്ന് പറഞ്ഞാൽ തിരക്കിൻ്റെ അങ്ങേ അറ്റമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണമെന്നൊക്കെ ഉണ്ട്. കാരണം ഇവിടെ എന്തോരം റെസ്റ്റോറൻറ്റുകളും കഫേകളാണെന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല ഫുഡ് അടിയാണ്. അപ്പോൾ നമുക്കും എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലായിടത്തും എന്തൊരു തിരക്കാണെന്ന് പറഞ്ഞാൽ നല്ല ക്യൂ ആണ്. പിന്നെ നമ്മൾ തിരക്ക് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അതേ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണോ നമ്മൾ പോണത്. ഇവിടെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സീ ഫുഡുകളൊക്കെ കിട്ടും. കൂടുതലായിട്ട് ലോബ്സ്റ്ററൊക്കെ ആണോ കിട്ടണത്. പക്ഷെ നമ്മൾ സീ ഫുഡൊന്നും കഴിക്കാൻ പോണില്ല. നമ്മൾ സാധാരണ ചിക്കൻ്റെ ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചാണ്. കാരണം ഇവിടുത്തെ സീ ഫുഡിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് നമുക്ക് അങ്ങനെ പിടിക്കുമോ എന്നൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ടാട്ടോ നമ്മൾ ആ ഒരു സാഹസത്തിന് മുതിരാത്തത്. അപ്പോൾ എന്തായാലും നമ്മൾ വന്ന റെസ്റ്റോറൻറ്റിലും നല്ല തിരക്കായിരുന്നേ. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാലും നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അവിടെ ഇരുന്നു. നമ്മൾ 1-2 ഐറ്റംസുകളൊക്കെ വാങ്ങിയിട്ടാണ്. ഇത് ചെമ്മീൻ്റെ ഒരു ഐറ്റംസാണ്. ഇങ്ങനെ എന്താ പറയുക, തേങ്ങയൊക്കെ പൊതിഞ്ഞിട്ടുള്ളൊരു ഐറ്റമാണ്. പിന്നെ അതുപോലെ തന്നെ ഓണിയൻ റിങ്സ്, അങ്ങനെ ഇത് രണ്ടും ഉണ്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു തേങ്ങ പൊതിഞ്ഞിട്ടുള്ള പ്രോൺസിൻ്റെ ഐറ്റം അടിപൊളിയായിരുന്നേ ടേസ്റ്റ്. ബീച്ചൊക്കെ കണ്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇവിടെ വന്നവരൊക്കെ മസ്റ്റായിട്ട് ഫുഡുകളാണ് കേട്ടോ ആദ്യം കഴിക്കുന്നത്, എന്നിട്ടാണ് ബീച്ചിലേക്ക് ഇറങ്ങുള്ളൂ. പിന്നെ കുറേ പേരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബീച്ചിൻ്റെ സൈഡിലായിട്ട് ഇന്ന് പാചകമൊക്കെ ചെയ്ത് കഴിക്കണവരും ഉണ്ട്. ഇങ്ങനെ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ. ഇത് ഈ ബീച്ചിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ കഴിഞ്ഞ തവണ പോയ ബീച്ചിലും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെ അതിനൊന്നും നിൽക്കണമെന്നില്ല. നമ്മളിവിടെ വന്ന് ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് പോകുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ദേ പറഞ്ഞ അക്വാഷോ നടക്കുന്നത് ഇവിടെയാണ്. അക്വാഷോ അവിടെ എന്തൊക്കെയോ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട്, അത് ടിക്കറ്റ് എടുത്ത് കയറണം. അപ്പം നമ്മൾ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ വന്നേക്കണത് ഈ ഒരു ബോർഡ് വാക്കിൻ്റെ സൈഡിൽ ഫുള്ള് വീടുകളാണ് കേട്ടോ. വീടെന്ന് പറഞ്ഞാൽ എയർബിഎൻബി വഴി ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള വീടുകളാണത്. ഇത് കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരെ തന്നെ ബീച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുക. അടിപൊളി വൈബായിരിക്കും ഇവിടെയൊക്കെ താമസിക്കുകയാണെങ്കിൽ. പക്ഷേ ഇവിടെയൊക്കെ നല്ല റേറ്റ് ആയിരിക്കും കേട്ടോ. അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ നടക്കുന്ന വഴിയിലൊക്കെ ഇരിക്കാനായിട്ടുള്ള കുറേ ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര സുഖമാണല്ലേ ബീച്ചിൽ വരാനായിട്ട്, ബോർഡ് വാക്കിൽ വരാനും ഒക്കെ. ഇവിടെയൊക്കെ എല്ലാ ബീച്ചുകളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ബീച്ചിനോട് ചേർന്ന് തന്നെ വീടുകളൊക്കെ ഉണ്ടാവും താമസിക്കാനും ഒക്കെ ആയിട്ട്. ഞങ്ങളങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കാറ്റൊക്കെ കണ്ട് കാഴ്ചയൊക്കെ കണ്ട് നല്ല അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി വൈബിട്ട് എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബീച്ചിൽ ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ വന്നിരിക്കുന്നത്, ഇത്ര നീറ്റായിട്ടുള്ളൊരു സ്ഥലത്ത്. നമ്മളങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് ഒരു ഭാഗത്ത് മൊത്തത്തിൽ ഇങ്ങനെ കടൽക്കാക്കയാണ് എന്താ ഏറ്റവും എന്ന് എനിക്കറിയില്ല കേട്ടോ. കടൽക്കാക്കയാണെന്ന് എനിക്ക് തോന്നണത്. കുറേ ഇങ്ങനെ വന്നിരിപ്പുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാൻ. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഗാർഡ്സുകളൊക്കെ ഇങ്ങനെ പോണതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും അടിപൊളി വ്യൂ ആണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. കുറേ പേര് അവിടെ ഇരുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഈ ഒരു ഫുട്ബോൾ കളിയൊക്കെ നമ്മുടെ നാട്ടിലും ഇങ്ങനെ ബീച്ചിൻ്റെ ഒക്കെ ഇങ്ങനെ കാണാറുണ്ടല്ലേ. അപ്പോൾ ഇവിടെയും അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഫുട്ബോൾ കളി മാത്രമല്ല, ഒരുപാട് ഗെയിംസുകളൊക്കെ ഇങ്ങനെ ആളുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ കളിക്കണതൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബോട്ട് റൈഡൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് സ്പീഡ് ബോട്ട് അല്ലാണ്ട് നമുക്ക് റെൻറ്റിനൊക്കെ എടുത്തിട്ടൊക്കെ പോണ ബോട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ടൂറിസ്റ്റുകൾ ഇങ്ങനെ ഗ്യാങ് ആയിട്ടൊക്കെ പോണത്, അങ്ങനെ പല പല ബോട്ടുകളും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് പോണതൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വീടുകളാണ് കേട്ടോ. ഈ വീട് നിന്നിട്ടുള്ള ഒരു വ്യൂൻ്റെ പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ. എന്ത് രസമായിരിക്കും അല്ലേ. നേരെ മുമ്പിൽ തന്നെ ആയിട്ട് നോക്ക് ബീച്ചല്ലേ.
അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇത് ഈ അടുത്ത കാലത്തൊന്നും ഇവിടുത്തെ കാഴ്ചയൊന്നും കണ്ട് തീരൂല കേട്ടോ, ഒരുപാടുണ്ട് കാണാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മളിനിപ്പോൾ തിരിച്ച് നടക്കണേണ്. തിരിച്ച് നടന്ന് നമ്മളിതേ ഫസ്റ്റ് തന്നെ ഒരു ചോക്ലേറ്റ് ഷോപ്പിലാണ് കയറിയേക്കണത്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അടിപൊളി ചോക്ലേറ്റുകളൊക്കെ കിട്ടുന്നു. ഇവിടെ തന്നെ ഉണ്ടാക്കണ ചോക്ലേറ്റാണ്ട്, ഒരു പ്രത്യേക ഷേപ്പിലാണ് ഇതൊക്കെ ഇങ്ങനെ പൊതിഞ്ഞെടുത്തേക്കണത്. നമ്മുടെ നാട്ടിൽ പഞ്ഞിമിഠായിയൊക്കെ ഇങ്ങനെ പൊതിഞ്ഞെടുക്കുമല്ലേ, അതുപോലെ ഇരിപ്പുണ്ടായിരുന്നു. എന്തായാലും നല്ല ടേസ്റ്റാണ്. പല പല ഫ്ലേവറിലായിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മാത്രമല്ല, അപ്പുറത്തൊക്കെ വേറെയും ഒരുപാട് വെറൈറ്റീസൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ദൂരം ചോക്ലേറ്റ് ആണെന്ന് നോക്ക്, പല മോഡൽ പല ഷേപ്പിലായിട്ടാണ് ഇവരിവിടെ ഉണ്ടാക്കി വെച്ചേക്കണത്. നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവട്ടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതെടുക്കണമെന്ന്. ഞാനാണെങ്കിൽ ഇങ്ങനെ നോക്കിയെടുത്തിൽ ഏത് മേടിക്കണം, എനിക്കാണെങ്കിൽ സെലക്ട് ചെയ്യാനും പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം അത്രക്ക് മോഡൽസാണ് ഇവിടെ ഉള്ളത്. ഇത് കണ്ടില്ലേ, ഇത് ആപ്പിളാണ് കേട്ടോ. ആപ്പിളിൻ്റെ പുറമെ ഇങ്ങനെ ചോക്ലേറ്റ് വെച്ചിട്ടുള്ളൊരു ചോക്ലേറ്റാണ്. പിന്നെ അതേ നോക്കിക്കണ്ടേ, മുകളിലൊരു പട്ടിക്കുട്ടിയുടെ ഷേപ്പിലായിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കി വെച്ചേക്കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അയ്യോ, വളരെ ക്യൂട്ടായിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള ചോക്ലേറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കൂടുതലൊന്നും അങ്ങനെ വീഡിയോ എടുക്കാനും പറ്റൂലല്ലോ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ച്. ഈ ആപ്പിളിൻ്റെ പുറമെ പല പല കളറിലായിട്ട് പല പല ഫ്ലേവറിലായിട്ട് അവരിങ്ങനെ ചോക്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് ഫുള്ള് ചോക്ലേറ്റ് ആണെന്ന്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ആപ്പിളാണ്. ഇങ്ങോട്ട് വരുമ്പോഴത്തേനും വേറൊരു റബ്ബർ പോലത്തെ കുറേ മിഠായികളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഫുള്ള് പാക്ക്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റുകളൊക്കെ ആയിരുന്നു. എന്തായാലും നമ്മൾ ഇവിടുന്ന് കുറച്ച് ചോക്ലേറ്റുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് വാങ്ങിക്കാതിരിക്കുക അല്ലേ. ചോക്ലേറ്റ് മധുരമില്ലേ, ബബിൾക്കം പോലെ. അടുത്തായിട്ട് നമ്മൾ ഐസ്ക്രീമാണ് കേട്ടോ കഴിച്ചത്. ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഐസ്ക്രീം കഴിക്കണം കേട്ടോ. ഇവിടെയൊക്കെ ഐസ്ക്രീം ഷോപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. എന്ത് തിരക്കാണെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും മസ്റ്റായിട്ട് എല്ലാവരും കഴിക്കും ഇവിടെ ഐസ്ക്രീം. അപ്പോൾ എന്തായാലും നമുക്കും കഴിക്കാമെന്ന് വിചാരിച്ചു. 2 ഫ്ലേവറിലായിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതും നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് വീണ്ടും കുറേ ഉണ്ട് കേട്ടോ ഇനിയും നടക്കാനായിട്ട്. നടന്ന് ഇനി തിരിച്ച് നമ്മൾ അത്രയും അങ്ങോട്ട് എത്തണമല്ലോ, കുറേ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ആ ഒരു ഭാഗത്തും കൂടിയാണ് എത്താനുള്ളത്. പിള്ളേരെയൊക്കെ ഇത് മാതിരത്തെ ഒരു വണ്ടിയിലാണ് കേട്ടോ കൊണ്ടുപോകണത്. അതുകൊണ്ട് സുഖമാണ്, പിള്ളേർക്കൊന്നും നടക്കണ്ട, പിന്നെ അടങ്ങി അവിടെ ഇരിക്കുകയും ചെയ്യുമല്ലോ. ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ഒരുപാട് റൈഡുകൾ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അതനുസരിച്ചാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത്. ഒരുപാടുണ്ട് കേട്ടോ, വലിയവർക്കും ചെറിയവർക്കും ഒക്കെ കയറാൻ പറ്റിയത്. എന്തായാലും പിള്ളേർക്ക് കയറണമെന്നൊക്കെ പറഞ്ഞാണ് ഇതിൻ്റെ അകത്ത് കയറിയത്. അപ്പോൾ ഏതിൽ കയറണമെന്നായി പിന്നെ അടുത്ത ഡൗട്ട്. എല്ലാം വലിയ ടിക്കറ്റൊക്കെ എടുത്ത് വലിയ കാര്യമായിട്ട് ഇരുന്നിട്ട് പിന്നെ അവസാനം പിള്ളേർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു പേടി. ഇത് കണ്ടില്ലേ, ഈ കാണുന്ന റൈഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യണ സാധനം ഉണ്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്നാലും നമ്മളിതിങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ പിള്ളേർ ആ ഒരു കരച്ചിലും ഇതൊക്കെ കാണുമ്പോൾ ഒരു പേടിയാണ്. അയ്യോ ഇനി തല കറങ്ങുമോ എന്നൊക്കെ ഒരു പേടിയൊക്കെ തോന്നും. അതുകൊണ്ട് പിന്നെ കയറണ്ടെന്ന് വിചാരിക്കും. അതാണ് പിള്ളേരുടെ അവസ്ഥ. നമ്മുടെയും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. കാണുമ്പോൾ ദൂരെ നോക്കുമ്പോൾ അയ്യോ നല്ല രസമുണ്ട് എന്ന് കയറണം എന്നൊക്കെ വിചാരിച്ച് ടിക്കറ്റ് എടുത്തതാണ്. അങ്ങനെ നമ്മൾ എല്ലാ റൈഡിൻ്റെയും മുമ്പിൽ പോയി ഇങ്ങനെ നോക്കി നിൽപ്പായിരുന്നു, ഏതിൽ കയറുമെന്ന്. ഓരോന്ന് കാണുമ്പോൾ ഒരു പേടി. എന്നാൽ ശരി ഇതിൽ കയറണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അടുത്ത റൈഡിലേക്ക് പോകും. ഇതായിരുന്നു കേട്ടോ അവസ്ഥ. അപ്പോൾ എന്തായാലും പിള്ളേരിങ്ങനെ അന്തം വിട്ട് നിൽപ്പുണ്ട്. ഇതേ നോക്കിക്കണ്ടേ അടുത്ത റൈഡിൽ വന്നു, പിന്നെ അതേ അതിൽ അടുത്ത റൈഡിൽ വന്നു. ഇതൊക്കെ കാണുമ്പോൾ ഒരു പേടിയാണ്. അതിങ്ങനെ താഴേക്കും മുകളിലേക്കൊക്കെ പോകുമ്പോഴേ ഒരു പേടി. അതുകൊണ്ടാണ് ഇങ്ങനെ മടിച്ച് നിൽക്കണത്. അങ്ങനെ അവസാനം ഏറ്റവും ചെറിയൊരു റൈഡിൽ പിള്ളേർ കയറാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ആകെ പേടിയില്ലാത്ത ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിങ്ങനെ വെറുതെ റൗണ്ട് ചെയ്യൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാട്ടോ ഇത് സെലക്ട് ചെയ്തത്. എങ്ങനെയുണ്ടായി? എങ്ങനെയുണ്ടായി?
മുകളിലെത്തുമ്പോൾ എന്ത് പൊക്കമാണ് ഇത് വിചാരിക്കണമല്ല, ഭയങ്കര പൊക്കമുണ്ട് മുകളിലെത്തുമ്പോൾ. അപ്പോൾ നമ്മുടെ ടിക്കറ്റിൽ ഇനിയും ക്യാഷ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതെങ്കിലും റൈഡിലും കൂടി കയറിയാൽ അത് തീരുള്ളൂ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, ഏതെങ്കിലും കയറണമെന്ന്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ട്രെയിൻ കണ്ടത്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ട്രെയിനിൽ കയറാമെന്ന് വിചാരിച്ച്. പ്രത്യേകിച്ച് അങ്ങനെ കാഴ്ചകളൊന്നും കാണാനൊന്നുമില്ല, എങ്കിലും ഈ ഒരു പാർക്ക് മൊത്തത്തിലൊന്ന് റൗണ്ട് അടിച്ച് കാഴ്ചകളൊക്കെ കാണാമല്ലോ. കുഞ്ഞു വെച്ചു എന്തായാലും അങ്ങനെ റൈഡൊക്കെ കഴിഞ്ഞു, അടിപൊളിയായിരുന്നു. നമുക്ക് ആ പാർക്കിൻ്റെ ചുറ്റിനൊക്കെ ഒന്ന് കാണാൻ പറ്റിയിട്ടാണ്. നമ്മൾ കാണാത്ത ഒരുപാട് റൈഡുകളൊക്കെ അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു, കുഞ്ഞു കുട്ടികളുടെയൊക്കെ. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു 10 മിനിറ്റ് അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും പുറത്തേട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്, ഇവിടെയും കുറേ ഉണ്ട് കേട്ടോ റൈഡുകൾ വേറെയൊക്കെ. ഇത് കണ്ടില്ല, ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോണത് നല്ല രസമുണ്ടല്ലേ. ഇത് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അതിൻ്റെ ആളുകളൊക്കെ ഇങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ ആ മുകളിൽ കൊണ്ടുപോയി ഇങ്ങനെ എയറിൽ നിർത്തും, എന്നിട്ട് പെട്ടെന്നായിരിക്കും അതിങ്ങനെ താഴ്ത്തോട്ട് ഇങ്ങനെ ആക്കിയിട്ട് റൗണ്ട് ചെയ്യണത്. നല്ല രസമാണ്, എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കണ്ടായിരുന്നു. അതിങ്ങനെ ആ ഒരു ആളുകളുടെ കൂവലും ആ ഒരു ഇതൊക്കെ കാണാനായിട്ട്. പ്രായഭേദമന്യാണ് ആൾക്കാർ കരയിക്കണത്, ഒരു രക്ഷയില്ല. എന്താലേ എന്തൊരു കൂവലാണെന്നറിഞ്ഞാൽ. ഒരുപാട് പ്രായം ചെന്നവരും ഒരുപാട് പ്രായം കുറഞ്ഞ കുട്ടികളും ഉണ്ട് കേട്ടോ ആ ഒരു കൂട്ടത്തിൽ. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞിട്ടൊന്നുമില്ല അവിടുത്തെ പരിപാടികളൊക്കെ, പക്ഷേ നമ്മൾക്ക് നേരം വൈകിയല്ലോ, അതുകൊണ്ട് ഇറങ്ങിയതാണ്. ഈ കാണുന്ന വീടുകളൊക്കെ ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കാനാണ്ടത് കണ്ടില്ലേ. എല്ലാ വീട്ടിലും ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ പോണ വഴിക്ക് പൂക്കളും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴത്തെ സീസൺ ആകുമ്പോൾ അറിയാലോ. ഇതൊക്കെ ഇനി എപ്പോഴാണാവോ തീരുക. ഇതൊക്കെ ഒരുപാട് ലേറ്റായിട്ടാണ് തോന്നണ്ട തീരണത്. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം. ഇവിടുത്തെ വണ്ടിയുടെ പാർക്കിങ്ങൊക്കെ കാണുമ്പോഴത്തേനും ഞെട്ടും. ദൂരമാണെന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകളോളമാണ് വണ്ടികളൊക്കെ
പാർക്ക് ചെയ്ത് ഇങ്ങനെ കിടക്കണത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ വീടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഷേപ്പിലാണ് കേട്ടോ. നമ്മൾ വേറൊരു ബീച്ചിലൊക്കെ പോയപ്പോൾ കണ്ടില്ലേ കൊളോണിയൻ രീതിയിലുള്ള വീടുകൾ, അതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഡിന്നർ ഒരു തായ് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ നമ്മൾ വന്നത്. ഒരു 2 ടൈപ്പ് ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു നൂഡിൽസാണ്, ഒരു പ്രത്യേക ടൈപ്പ് ഒരു നൂഡിൽസാണ് കേട്ടോ. ഇത് എന്തായാലും ടേസ്റ്റായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ വൈറ്റ് റൈസും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കറിയും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ് കേട്ടോ തായ് റെസ്റ്റോറൻറ്റിലെ വൈറ്റ് റൈസും ചിക്കൻ കറിയും. നമ്മളെപ്പോൾ പോയാലും ഇങ്ങനത്തെ ഫുഡാണ് ഓർഡർ ചെയ്യുക. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ പടുമനിലേക്ക്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ബീച്ചിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടിപൊളി ബീച്ചാണ്, അടിപൊളി വൈബാണ് കേട്ടോ. നമ്മൾ ഒരുപാട് ബീച്ചുകളിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു വൈബ് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. കാരണം നമ്മൾ ആ ഒരു കറക്റ്റ് ടൈമിൽ പോവാത്തത് കൊണ്ടായിരിക്കാം ഇതിനു മുമ്പുള്ള ബീച്ചുകളിലൊന്നും അത്തരം വൈബുകൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. പക്ഷേ എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ബീച്ച്. അടിപൊളിയാണ് കേട്ടോ. ന്യൂജേഴ്സിയിലുള്ളവർ മസ്റ്റായിട്ടൊന്ന് പോവുക. അടിപൊളിയാണ്, നല്ല രസമാണ്. നമുക്ക് ഈവനിങ്ങിലൊക്കെ പോകാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളിയാണ്. ഇവിടുത്തെ ആളുകൾ ഈവനിങ് ഒന്നുമല്ല, രാവിലെ തുടങ്ങിയിട്ട് വരും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കാൻ മറന്നുപോവല്ലേ. അമേരിക്കയിലെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.